മുൻപേ പറഞ്ഞതാണ്, കേരള പോലീസിനെ ഭരിക്കുന്നത് പിണറായി വിജയനല്ല, RSS കാര്യാലയത്തിലുള്ള ഏതോ ഒരു അദൃശ്യ ശക്തിയാണെന്ന്. ഈ അദൃശ്യ ശക്തി പോലീസിലെ രണ്ടാമൻ തന്നെയാണെന്ന വിവരം ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പൂരം കലക്കിയും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ മുഖം കെടുത്തിയും നിരന്തരം പോലീസ് മുന്നോട്ടു പോകുമ്പോഴും മുഖ്യമന്ത്രി ഒരിക്കലും പോലീസിനെ കുറ്റപ്പെടുത്തിയില്ല. വിമർശിച്ചാൽ പോലീസിന്റെ വീര്യം പോകുമെന്നും ഒറ്റപ്പെട്ട സംഭവമെന്നും ന്യായീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എന്തു പറയുന്നു? പോലീസിലെ രണ്ടാമൻ ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് പുറത്തു വരുമ്പോൾ ഇനിയും പോലീസിന് സംഘപരിവാർ താല്പര്യം ഒന്നും ഇല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? നിരന്തരം സർക്കാരിനെ അവഗണിക്കുന്ന പോലീസ് വിവാദങ്ങൾക്കും സർക്കാർ താല്പര്യങ്ങളും മറികടന്ന് സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരും പറഞ്ഞു പോലീസിനെ RSS ബാധ കയറിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ CPMO അത് സമ്മതിച്ചില്ല. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായ ഈ സമയത്തെങ്കിലും മൗനം വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇപ്പോഴിതാ MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസിലെ മറ്റൊരു ഉന്നതനും ഇല്ലാത്ത തരത്തിലുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരുന്നു. എന്നിട്ടും ADGP ആ കസേരയിൽ സുരക്ഷിതനാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങാരെയാണ് ഭയപ്പെടുന്നത്? താങ്കളുടെ മടിയിലുള്ള കനത്തിന് ഇത്രയും ഭാരമുണ്ടായിരുന്നുവോ? അജിത് കുമാർ ആ പദവിയിൽ തുടരുന്ന ഓരോ നിമിഷവും പൊതുജനത്തിന്റെ സംശയവും ചോദ്യവും ഇതുതന്നെയായിരിക്കും. ഇത് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ വാർത്തയിലേക്ക് വന്നാൽ, വിവാദമായതോടെ ഒടുവിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് സമ്മതിച്ചിരിക്കുകയാണ് കേരള പോലീസിലെ ADGP MR അജിത് കുമാർ. ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് കൂടിക്കാഴ്ച ADGP സമ്മതിക്കുന്നത്. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് അജിത് കുമാർ സംഭവത്തിൽ നൽകിയ വിശദീകരണം. RSS നേതാവിൻ്റെ കാറിലാണ് ADGP എത്തിയതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. RSS നേതാവ് ദത്താത്രേയ ഹൊസബളെ തൃശ്ശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതാണ്. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് അജിത് കുമാർ എത്തിയത് എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് മേലുദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2023 മെയ് 22-നായിരുന്നു ആ സന്ദർശനം. ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് അജിത് കുമാർ എന്നതിനാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിൻ്റെ ലോഗ് ബുക്കിൽ എവിടെയെല്ലാം വാഹനം പോയി എന്ന് രേഖപ്പെടുത്തണം. ഇതൊഴിവാക്കാൻ മനഃപൂർവ്വം ഔദ്യോഗിക വാഹനം ഇല്ലാതെയായിരുന്നു RSS നേതാവിനെ കാണാൻ RSSകാരൻ ഡ്രൈവറായ ഒരു കാറിൽ അദ്ദേഹം തൃശ്ശൂരിലെ ഹോട്ടലിൽ എത്തുന്നത്. RSSന്റെ വിജ്ഞാന ഭാരതി ഭാരവാഹി വന്ന കാറിലാണ് ADGP ഹോട്ടലിൽ പോകുന്നത്. സന്ദർശനത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥൻ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ലഭിച്ചതാണ്. എന്നാൽ ഇക്കാര്യം പുറത്തു വന്നില്ല. റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്തതിനാൽ പുറത്തേക്ക് വരികയുമില്ല. എന്നാൽ സന്ദർശനത്തിൽ നടപടിയെടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് ADGP കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ അജിത് കുമാറിനെതിരായ വിഷയത്തിൽ തുടർ നടപടിയും ഉണ്ടാകില്ല. ADGP RSS നേതാവുമായ കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വെളിപ്പെടുത്തുന്നത്. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞത് അത് പാർട്ടിയുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ മാത്രമാണ് തെറ്റ്, സർക്കാരുമായി ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇതെങ്ങനെ ശരിയാകും? സന്ദർശനം ആഭ്യന്തര വകുപ്പ് നിഷേധിച്ചാൽ ബാക്കി തെളിവ് പുറത്തുവിടുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. 2023 മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന RSS ക്യാമ്പിൽ വെച്ച് അജിത് കുമാർ ചർച്ച നടത്തിയെന്നായിരുന്നു VD സതീശന്റെ വെളിപ്പെടുത്തൽ. സംഭവം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കാനിരിക്കുകയാണ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനായി ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്കി എന്ന് ഇടത് MLA PV അൻവർ നിരന്തരം ആരോപിച്ച് ആ ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും
സംസ്ഥാനത്തൊരു BJPയെ രാഷ്ട്രീയ എതിരാളിയായി കാണും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന CPM ഇതിൽ അവ്യക്തമായാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള ബന്ധം എന്താണ്? CPMന് എന്താണ് മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ മടി? സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണകൂടത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ടീമിൻ്റെ നെടും തൂണായി നിൽക്കേണ്ട ആളാണ് സംസ്ഥാനത്തിൻ്റെ ADGP എന്ന ആ ഉന്നത പദവി. ആ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തി സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടി ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികളായി കാണുന്ന BJPയുമായി കോംപ്രമൈസ് ചെയ്യുന്നു എങ്കിൽ ആ പടത്തലവൻ നിങ്ങളുടെ സേനയെ ചതിക്കുകയായിരുന്നില്ലേ? അങ്ങനെ ചതിച്ചൊരു സൈന്യാധിപനെ ഇനിയും എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് വച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്? നിങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് നിങ്ങൾക്കിനിയെങ്കിലും പറയാൻ സാധിക്കുമോ? Waytonikah.com, the exclusive Muslim matrimonial site.